അസ്സലാമലൈക്കും കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് രണ്ടാം ക്ലാസ്സിലെത്തിയല്ലേ? അപ്പോൾ നിങ്ങൾ രണ്ടാം ക്ലാസ്സിൽ പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കാൻ തുടങ്ങിയില്ലേ? അതിലെ ഒരു വിഷയമാണ് ലിസാനുൽ ഖുർആൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലിസാനുൽ ഖുർആൻ്റെ ബുക്ക്? ബാക്കിയുള്ള പുസ്തകമൊക്കെ നിങ്ങൾക്ക് വരുന്നത് എങ്ങനെയാണ്? അറബി മലയാളത്തിലാണ്. പക്ഷേ നമ്മുടെ ലിസാനുൽ ഖുർആൻ പറയുന്നത് അറബി ഭാഷയിലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഖുറാൻ്റെ ഭാഷ ഏതാണ്? അറബിയാണല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലെ ഭാഷ കൂടിയാണ് അറബി. അപ്പം നമുക്കെല്ലാവർക്കും അറബി പഠിക്കണ്ടേ? പിന്നെ നമ്മളെ മുത്തുനബി സംസാരിച്ചിരുന്ന ഭാഷ കൂടിയാണ് അറബി കേട്ടോ. നമ്മുടെ സ്വർഗത്തിലെ ഭാഷയുമാണ് അറബി. അപ്പം നമുക്ക് എന്തായാലും ലിസാനുൽ ഖുർആൻ പഠിക്കാം അല്ലേ? അപ്പം എല്ലാവരും ബുക്കൊന്ന് തുറന്ന് നോക്കിയേ. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കുറേ ഫോട്ടോകൾ കാണാമല്ലേ? എന്തൊക്കെ ഫോട്ടോകളുള്ളത്? ഒരു കുട്ടിയുണ്ട്, പിന്നെ ഒരു മുയലുണ്ട്, പിന്നെ ഒരു പൈനാപ്പിളുണ്ട്, ഒരു പഴമുണ്ട്. എല്ലാവരും കണ്ടോ? അപ്പോൾ ആ ഫസ്റ്റ് നിൽക്കണ ആ കുട്ടിയില്ലേ, ആ കുട്ടി പറയാണ് അനദാരിസ്വൻ, അനദാരിസ്വൻ, ഞാൻ പഠിക്കുന്നവനാണ്. ആ കുട്ടി പറയാണ് നമ്മളോട് ഞാൻ പഠിക്കുന്നവനാണ്. അപ്പോൾ ആ കുട്ടി എങ്ങനെയാണ് അറബിയിൽ പറയുന്നത്? അന ദാരിസ്വൻ. പിന്നെ കാണുന്നതാണ് നമ്മുടെ മുയൽ. മുയലിനെന്താ പറയുക? അർണബോൻ. അപ്പോൾ മുയൽ പറയാണ് അന അർണബോൻ, ഞാനൊരു മുയലാണ്. മുയൽ പറയാണ് അന അർണബോൻ. അപ്പോൾ വേഗം നമ്മളെ പൈനാപ്പിൾ വന്നിട്ട് പറഞ്ഞു അന അനാനാസ്വൻ, ഞാനൊരു കൈതച്ചക്കയാണ്, അല്ലെങ്കിൽ ഞാനൊരു പൈനാപ്പിളാണ്. പിന്നെയുള്ള ആളാരാണ്? പഴം. പഴം പറഞ്ഞു അന മൗസോൻ, ഞാനൊരു വാഴപ്പഴമാണ്. അപ്പോൾ പഴത്തിന് പറയാ മൗസോൻ, അന മൗസോൻ, ഞാനൊരു വാഴപ്പഴമാണ്. അപ്പോൾ എല്ലാവരും അവരെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞത്? അന തുടങ്ങിയിട്ടാണ് പറഞ്ഞത് അല്ലേ? അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. അപ്പം അറബിയിൽ നമ്മൾ ഞാൻ എന്ന് പറയാൻ എന്താണ് ഉപയോഗിക്കേണ്ടത്? അന. എന്താണ്? അന. അന വെച്ചിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ഞാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് അന എന്ന വേർഡിൻ്റെ ഒപ്പം എന്ത് വാക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോഴൊക്കെ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഇനി കുറച്ച് വേർഡും കൂടെ ഉണ്ട്. അതും കൂടെ നോക്കിയാലോ നമുക്ക്? ഇവിടെ ഒരു ഉസ്താദ് ഉണ്ടല്ലേ. ഉസ്താദ് എന്താ പറയണത്? അന ഉസ്താദുൻ, ഞാനൊരു അധ്യാപകനാണ്. പിന്നെയുള്ള ആളാരാ? ഒരു പെൺകുട്ടിയാണല്ലേ. അപ്പോൾ പെൺകുട്ടി പറയണമെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അന ദാരിസത്തുൻ, ഞാനൊരു പഠിക്കുന്നവളാണ്. നേരത്തെ നമ്മൾ പഠിച്ചത് ദാരിസോൻ, അതെന്താണ്? പഠിക്കുന്നവനായിരുന്നു. ഇവിടെ എന്താണ്? പെണ്ണായപ്പോൾ തൊൻ, ദാരിസത്തൊൻ എന്നായി. അപ്പം എന്താണ്? ഞാൻ പഠിക്കുന്നവളാണ്. അപ്പോൾ ഒരു പൂവുണ്ടേ. ആ പൂവ് പറയാണ് അന സഹിറത്തുൻ, ഞാനൊരു പൂവാണ്. സഹിറത്തുൻ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അപ്പോൾ പൂവ് പറഞ്ഞു അന സഹിറത്തുൻ. പിന്നുള്ള ആളാണ് അണ്ണാറക്കണ്ണന്. നിങ്ങൾ കണ്ണാറക്കണ്ണനെ കണ്ടിട്ടുണ്ടോ? അണ്ണാറക്കണ്ണന് പറയാ സിഞ്ചാബുൻ എന്നാണ്. അപ്പം അണ്ണാറക്കണ്ണന് പറയാണ് അന സിഞ്ചാബുൻ, ഞാനൊരു അണ്ണാനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാത്തിൻ്റെ മുന്നിലും അന ചേർത്തപ്പോൾ ഞാൻ എന്ന അർത്ഥമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറബിയിൽ ഞാൻ എന്ന് പറയാൻ മനസ്സിലായില്ലേ? അന എന്ന് പറഞ്ഞാൽ ഞാൻ. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ അയാം എന്നൊക്കെ പറയാറില്ലേ? അതുതന്നെയാണ് ഇവിടെ അന എന്നുള്ള വേർഡ് കേട്ടോ. ഇനി നമുക്കതിൻ്റെ താഴെ കുറച്ച് വർക്കുകളുണ്ട്, അതും കൂടെ ഒന്ന് നോക്കിയാലോ? അപ്പം നമുക്ക് ഫസ്റ്റുള്ള ഭാഗം എന്താണ്? നമുക്ക് വായിക്കാൻ തയ്യാറാവാം. ആ ഭാഗത്തുള്ളതാണ് നോക്കണേ. എല്ലാവരും ബുക്കിൽ നോക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ വേർഡാണ് അന ബാസിമോൻ. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ബാസിമാണ്. അതൊരു കുട്ടീൻ്റെ പേരാണ്. അപ്പോൾ കുട്ടി പറഞ്ഞു അന ബാസിമോൻ, ഞാൻ ബാസിമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ പേര് വെച്ചിട്ട് അങ്ങനെ പറയാം. ഇനി അടുത്തതൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് എങ്ങനെ? അന ലുബിനത്തോൻ, ഞാൻ ലുബിനയാണ്. അപ്പോൾ എന്താണ്? നിങ്ങൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടു. പെണ്ണാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനത്തിൽ എന്ത് ചേർത്ത് കൊടുക്കണം? താ ചേർത്ത് കൊടുക്കണം.
ലുബിനത്തുൻ. കണ്ടില്ലേ? അടുത്തതാണ് അന ദാരിസുൻ. അത് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ഞാൻ പഠിക്കുന്നവനാണ്. അന ദാരിസത്തുൻ. ഞാൻ പഠിക്കുന്നവളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അന എന്ന് വെച്ചാൽ ഞാൻ എന്നാണ് അർത്ഥം. പെൺകുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനത്തിൽ താവും ചേർത്ത് കൊടുക്കും. അത്ര മാത്രമേ ഉള്ളൂ മാറ്റം. എല്ലാവർക്കും മനസ്സിലായോ? പിന്നെ അതിന് താഴെയുള്ള ഭാഗമാണ് നെക്തബുൻ. നെക്തബുൻ പറഞ്ഞാൽ നമുക്ക് എഴുതാം. അവിടെ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ കണ്ട ആൾക്കാർ തന്നെയാണ് അവിടെ. മുയലുണ്ട്, പഴമുണ്ട്, അണ്ണാനുണ്ട്, പിന്നെന്താ കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക. പിന്നെ അതിന് താഴെയുള്ളത് നമ്മളെ ഖുർആനിലെ ഒരു 2 ചെറിയ ആയത്തുകളാണ്. നിങ്ങൾക്ക് ഞാൻ ഓതിത്തരാം. അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. വ അന മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. അടുത്ത ആയത്താണ് വലാ അന ആബിദും മാ അബദ്തും. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതിൽ പറഞ്ഞതുപോലെ വായിച്ച് നോക്കുക, നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.